അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദി അറേബ്യ പ്രാവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സൗദി അറേബ്യ ചോദിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. 2 വർഷം 3 വർഷം 4 വർഷക്കാരുണ്ട്. നിങ്ങളെ കോൺട്രാക്റ്റ് കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ആരെങ്കിലും വാക്കുകൾ കേട്ട് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ മറ്റേതെങ്കിലും കമ്പനിയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കാൻ മാറുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും. കേസ് കൊടുത്താൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ കുറേ ആളുകൾ കുടുങ്ങിയവരുണ്ട്. കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കേസ് കൊടുത്ത ആളുകൾ കുടുങ്ങിയവരുണ്ട്. നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യരുത്. നിങ്ങൾ കോൺട്രാക്റ്റ് കഴിയുന്നതിൻ്റെ 60 ദിവസം മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൽ ചെയ്യുക, എനിക്ക് തുടരാൻ താല്പര്യമില്ല, എൻ്റെ കോൺട്രാക്റ്റ് പുതുക്കണ്ട എന്ന് പറയാം. അങ്ങനെ പിന്നെ അവർ പുതുക്കുകയാണെങ്കിൽ നിങ്ങൾ തെളിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ലേബർ കോർട്ടുമായി സമ്മതിക്കാം. അല്ലാതെ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യരുത്. അവർ ടെർമിനേറ്റ് ചെയ്യണം. അവർ ടെർമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാറുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ല, നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താൽ അവർ കേസ് കൊടുത്താൽ നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ കേസായവരുണ്ട്, ഇപ്പോൾ കോടതിയിൽ നടക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യരുത്. ആ കമ്പനി ടെർമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മാറാനുള്ള സൗകര്യങ്ങളും മറ്റുമുണ്ട്. പ്രത്യേകം ഓർമ്മിക്കണം. ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ കുടുങ്ങിയവരുണ്ട്. നിങ്ങൾ ഒരിക്കലും കമ്പനിയിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല. ആ കമ്പനി ടെർമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിലേക്ക് മാറാനും മറ്റൊരു സാഹചര്യമുണ്ട്. നിങ്ങൾ സ്വന്തമായി ടെർമിനേറ്റ് ചെയ്താൽ അവർ കേസ് കൊടുത്താൽ നഷ്ടപരിഹാരം കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പിന്നെ കേസുമായി മുന്നോട്ട് പോകേണ്ടി വരും. അങ്ങനെ കുടുങ്ങിയവരെ വിളിച്ചവരുണ്ട്. മറക്കണ്ട. എന്ത് സംശയം വിളിക്കാം. അസ്സലാമു അലൈക്കും.